ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വാർത്ത അത് സഞ്ജു വി സാംസണിനെ ചുറ്റിപ്പറ്റിയാണ്. സഞ്ജു വി സാംസൺ തൻ്റെ ഇഷ്ട ടീമായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിൽ നിന്ന് വേർപിരിയുന്നു, എന്നെ അങ്ങ് ഒഴിവാക്കിയേക്ക് എന്ന് ടീം മാനേജ്മെൻറ്റിനെ അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അത്തരത്തിലുള്ള ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. അങ്ങനെയാണെങ്കിൽ സഞ്ജു എന്തായിരിക്കും രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള കാരണം, അല്ലെങ്കിൽ അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കാനുള്ള സാഹചര്യം? ഒരുപാട് ചർച്ചകൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തൊട്ട് മുമ്പ് തന്നെ അശ്വിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ സഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിനെ പറ്റിയും രാഹുൽ ദ്രാവിഡുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയും ഒക്കെ. അപ്പോൾ സഞ്ജു പറയുന്നത്, എനിക്ക് രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു ലോകം, അത്രയും പ്രിയപ്പെട്ടതായിട്ട് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നാലെ കോച്ച് രാഹുൽ ദ്രാവിഡുമെന്ന്. അപ്പോൾ അത്രയും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന രാജസ്ഥാൻ റോയൽസിനെയും രാഹുൽ ദ്രാവിഡിനെയും ഒക്കെ ഇട്ടിട്ട് സഞ്ജു വി സാംസൺ പുറത്തേക്ക് പോകുമോ? ഇതിനിടയിലാണ് കമൻറ്റേറ്ററും മുൻ താരവുമൊക്കെ ആയിട്ടുള്ള ആകാശ് ചോപ്ര ചില കാര്യങ്ങൾ പങ്കുവെച്ച് വീഡിയോ ചെയ്തത്. എന്താണ് സഞ്ജു പോകാനുള്ള കാരണമെന്ന് അദ്ദേഹത്തിൻ്റെ അനുമാനമാണ് കേട്ടോ. ആ അനുമാനം ഇതൊക്കെയാണ്. ഈ പ്രധാനമായിട്ടും വൈഭവ് സൂര്യവംശി എന്ന 14-കാരൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള താരോദയമാണ് ഒന്നാമത്തെ കാരണമായി ആകാശ് ചോപ്ര വിലയിരുത്തുന്നു. പ്രത്യേകിച്ചും യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നുള്ള ഓപ്പണിംഗ് ജോഡി അത് വലിയ തോതിൽ ഹിറ്റായപ്പോൾ സഞ്ജു ക്യാപ്റ്റനാണ്, പക്ഷേ സഞ്ജുവിന് തൻ്റെ ഇഷ്ട പൊസിഷൻ തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, മൂന്നാമനായി ഇറങ്ങേണ്ടി വരുന്നു. സഞ്ജു സ്വാഭാവികമായിട്ടും ഉറപ്പിക്കും അടുത്ത സീസണിലും യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും രാജസ്ഥാൻ ടീമിൻ്റെ ഭാഗമായിരിക്കുമെന്ന്. അപ്പോൾ തനിക്കിനി എന്താണ് സ്ഥാനം, എന്താണ് ഞാൻ ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്നെ നിലനിർത്തുമ്പോൾ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സഞ്ജുവിനുണ്ടാകും ഉറപ്പായിട്ടും. കാരണം റയാൻ പരാഗിനെ ഒരു ക്യാപ്റ്റനായി രാജസ്ഥാൻ കണക്കാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സഞ്ജുവിന് ഇനിയും അത്ര സ്ഥാനമുണ്ടാകുമോ എന്നുള്ള സംശയം തോന്നുക താരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തിരിച്ചറിവോ അല്ലെങ്കിൽ തോന്നലായിരിക്കും. അപ്പോൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നല്ലേ നല്ലതെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ആയിരിക്കണം സഞ്ജുവിൻ്റെ ആ നീക്കം എന്നാണ് ആകാശ് ചോപ്ര സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ധ്രുവ് ജുറയിൽ മറ്റൊരു പ്രധാനപ്പെട്ട യുവതാരം കൂടി ടോപ്പ് ഓർഡറിലേക്ക് എത്തുകയാണ്. എല്ലാ കാലത്തും യുവതാരങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. സഞ്ജുവിൻ്റെ കാര്യം പോലും നമുക്ക് ഓർത്തെടുക്കാമല്ലോ. സഞ്ജു എപ്പോഴാണ് എത്തിയതെന്നും സഞ്ജു എത്തരത്തിലൊരു താരമായിരുന്നു രാജസ്ഥാനിൽ എത്തിയപ്പോഴെന്നൊക്കെ നമുക്ക് നന്നായി അറിയാം. അപ്പോൾ യുവതാരങ്ങളായിട്ടുള്ള ധ്രുവ് ജുറയിൽ, വൈഭവ് സൂര്യവംശി, അപ്പം യശസ്വി ജയ്സ്വാൾ ഇവരൊക്കെ നിൽക്കുമ്പോൾ സഞ്ജു ഇപ്പോൾ യുവതാരത്തിൽ നിന്ന് മാറി അല്പം സീനിയറിലേക്ക് എത്തിയ ഒരു സാഹചര്യം കൂടിയാണല്ലോ. ഇനിയും ആകാശ് ചോപ്ര പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ശരി, രാജസ്ഥാൻ റോയൽസ് സഞ്ജു ഇറങ്ങുകയാണെന്ന് കരുതുക, ആരായിരിക്കും സഞ്ജുവിനെ സ്വന്തമാക്കുക? എല്ലാവരും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പേരാണ് പറയുന്നത്, പക്ഷേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കൂടുതൽ സാധ്യത എന്ന് ആകാശ് ചോപ്ര സൂചിപ്പിക്കുന്നു. എന്തായിരിക്കാം കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, സഞ്ജുവിനെ കിട്ടിയാൽ ഏറ്റവും കൊള്ളാമെന്ന് ആഗ്രഹിക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ അസാന്നിധ്യം അത് കൊൽക്കത്ത നിരയിൽ പ്രകടമാണ്. അപ്പോൾ സഞ്ജു എത്തുമ്പോൾ ഒരു യുവ ഇന്ത്യൻ താരത്തിൻ്റെ സാന്നിധ്യം മാത്രമല്ല, സഞ്ജുവിനെ ക്യാപ്റ്റനായും പരിഗണിക്കാം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ സീസണിൽ അജിങ്ക്യ രഹാനെയാണ് കൊൽക്കത്തയെ നയിച്ചത്. അപ്പോൾ സഞ്ജു എത്തുമ്പോൾ ഒരു യങ് ബ്ലഡ്, യുവ എനർജി അതിൽ വരും എന്നുള്ള പ്രതീക്ഷ ഒരുപക്ഷെ കൊൽക്കത്തയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. ഇനി രാജസ്ഥാൻ റോയൽസുമായി മാനസികമായി പിരിയാൻ വേണ്ടി സഞ്ജു തയ്യാറായി കഴിഞ്ഞുവെങ്കിലും ടീം വിടുക എന്നുള്ളതൊന്നും അത്ര എളുപ്പമല്ല എന്നുള്ള വിലയിരുത്തലും ഉണ്ട് കേട്ടോ. അതിൻ്റെ പ്രധാന കാര്യം, ഈ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല. പ്രത്യേകിച്ചും ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് രാജസ്ഥാൻ റോയൽസാണ്. കാരണം കരാർ അപ്രകാരമാണ്. ഈ IPL നിയമപ്രകാരം മെഗാ ലേലത്തിന് ശേഷം അടുത്ത സൈക്കിളിൻ്റെ തുടക്കത്തിൽ ഫ്രാഞ്ചൈസിയുമായി 3 വർഷത്തെ കരാറിലാണ് ഒരു താരം ഏർപ്പെടുക. സഞ്ജുവും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ടീം ഇതിനിടയിൽ വിടണമെങ്കിൽ, ഈ 3 വർഷത്തിനിടയിൽ വിടണമെന്ന് ആ താരം ആഗ്രഹിച്ചാലും ആ താരത്തിന് ഒറ്റയ്ക്കങ്ങ് തീരുമാനമെടുത്ത് പോകാൻ കഴിയില്ല. ഈ കഴിഞ്ഞ വർഷത്തെ ലേലത്തിന് ശേഷമാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസുമായി പ്രതിവർഷം 18 കോടി രൂപ ശമ്പളത്തിൽ 3 വർഷത്തെ ആ പുതിയ കരാറിലേക്ക് ഒപ്പിടുന്നത്. അതായത് 2027 വരെ സഞ്ജുവിന് രാജസ്ഥാൻ റോയൽസുമായി കരാറുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഒരു മെഗാലേലം വരണം. ആ മെഗാലേലത്തിന് തൊട്ടു മാത്രമേ ഒരു താരത്തിന് ഇനി മറ്റൊരു ടീമിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഈ ടീമിൽ തുടരണ്ട എന്ന് തീരുമാനിക്കാനോ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ ടീമിൻ്റെ കൂടെ സമ്മതം വേണം എന്ന് ചുരുക്കം. ഇനി സഞ്ജുവിന് ഡിസംബറിൽ വരാനിരിക്കുന്ന മിനി താരലേലത്തിലേക്ക് വിടണമെങ്കിൽ പോലും ടീം മാനേജ്മെൻറ്റ് അതിനുള്ള സന്നദ്ധത അറിയിക്കണം. എന്താണെങ്കിലും ഇത്രയും കാലം സഞ്ജുവിന് ഒപ്പമുണ്ടായിരുന്ന ടീമാണല്ലോ, അപ്പോൾ സഞ്ജുവിനെ വിഷമിപ്പിക്കാതെ വിടും എന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ അതും സാധ്യമാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഫ്രാഞ്ചൈസി അനുവദിച്ചില്ലെങ്കിൽ സഞ്ജുവിൻ്റെ മോഹം അത് പൂവണിയില്ല എന്ന് കൃത്യമായി പറയാതെ വയ്യ. ഈ കോച്ച് രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടെയുള്ളതുമായി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ചും ടീം ഉടമ മനോജ് ബദാലെ, ടീം ഡയറക്ടർ കുമാർ സംഗക്കാർ ഇവരൊക്കെ ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇനി മാസങ്ങൾ മാത്രമാണ് ആ മിനി ലേലത്തിനായി ഉള്ളത്.
2013 റോയൽസിനൊപ്പം ചേർന്ന സഞ്ജു 11 സീസണുകളിലാണ് ടീമിന് വേണ്ടി കളിച്ചത്. സഞ്ജു 2016, 2017 സീസണിൽ മാത്രം ഇടയ്ക്കൊന്ന് ഡൽഹി ക്യാപിറ്റൽസിൽ പോയി. പക്ഷേ അതിന് കാരണം അന്ന് രാജസ്ഥാൻ റോയൽസിന് 2 തവണ വിലക്ക് നേരിട്ട സാഹചര്യമായിരുന്നു. 2018 അദ്ദേഹം തിരിച്ചെത്തി, അദ്ദേഹം ടീമിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ 2021 മുതൽ റോയൽസിൻ്റെ ക്യാപ്റ്റനുമാണ് സഞ്ജു. അപ്പോൾ ഇങ്ങനെയൊക്കെ അത്രമാത്രം അടുത്ത് നിൽക്കുന്ന എൻ്റെ ലോകമായിരുന്നു എന്ന് പറയുന്ന രാജസ്ഥാൻ റോയൽസുമായി എളുപ്പത്തിൽ അങ്ങ് പോകാൻ സഞ്ജുവിന് കഴിയില്ല. പക്ഷേ ചില കാരണങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില അസ്വാരസ്യങ്ങൾ അവിടെ നിഴലിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് നമ്മൾ വരുന്ന റിപ്പോർട്ടുകൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത്.